നടൻ സിദ്ദിഖ് ഒളിവിൽ തന്നെ. കേരള പോലീസ് നാടകം കളിക്കുകയാണ് എന്ന് പലരും പറയുന്നു. പക്ഷേ ഇതേ കുറ്റത്തിന് എറണാകുളം പ്രിൻസിപ്പൽ ജില്ലാ ജഡ്ജി മുകേഷിന് ജാമ്യം കൊടുത്തു, മുൻകൂർ ജാമ്യം. ഇടവേള ബാബുവിന് കൊടുത്തു, ചന്ദ്രശേഖർ അഡ്വക്കേറ്റിന് കൊടുത്തു. അപ്പം മുൻകൂർ ജാമ്യം ഒരേ കുറ്റത്തിന് 3 പേർക്കും ലഭിച്ചു. പക്ഷേ സിദ്ദിഖിന് ലഭിച്ചില്ല. അവർ 3 പേരും അതാത് ജില്ലാ കോടതിയിൽ, എറണാകുളത്തെ കോടതിയിലാണ് മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ കൊടുത്തത്. സിദ്ദിഖ് തിരുവനന്തപുരത്തെ പോലീസ് സ്റ്റേഷനിലാണ് കേസ് രജിസ്റ്റർ ചെയ്തുകൊണ്ട് തിരുവനന്തപുരം ജില്ലാ കോടതിയിൽ പോകുന്നതിന് പകരം ഹൈക്കോടതി പോയി. ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചു കഴിഞ്ഞാൽ പോലീസ് അറസ്റ്റ് ചെയ്യണം. സിദ്ദിഖ് മുങ്ങി. അപ്പോൾ ഒരേ കുറ്റം ചെയ്തവരാണ് ഇവരെല്ലാവരും. പക്ഷേ കേൾക്കുമ്പം ഒരാൾക്ക് നീതി കിട്ടിയില്ല, മറ്റുള്ളവർക്ക് തൽക്കാലമെങ്കിലും ഒരു നീതി കിട്ടി എന്ന് വേണം പറയേണ്ടി വരും. ഏതായാലും സുപ്രീം കോടതിയിലെ കേസ് ഫയൽ ചെയ്തു. അവിടെ രജിസ്ട്രിയിൽ അപേക്ഷ കൊടുത്തു. ടോപ്പ് പ്രയോറിറ്റി ഇതിന് കൊടുക്കണം. മലയാളത്തെ ഏറ്റവും വലിയ നടനാണ്, അതുകൊണ്ട് ഇത് ആരോപണം തെറ്റാണ്, അതുകൊണ്ട് മുൻകൂർ ജാമ്യം കൊടുക്കണം. ഏറ്റവും സീനിയർ അഡ്വക്കേറ്റ് മുഗൾ റോത്തക്കി ഹാജരാകും എന്ന് കരുതുന്നു. തിങ്കളാഴ്ച അല്ലെങ്കിൽ ചൊവ്വാഴ്ചയോ അത് ഫയലിലെടുക്കും. സിദ്ദിഖ് എവിടെ പോയി, എങ്ങോട്ട് പോയി എന്നും ഒരു പിടിയും പോലീസിനില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും ഏതായാലും ഒളിച്ചത് നന്നായി എന്ന് ഇപ്പം എനിക്ക് തോന്നുന്നത്. കാരണം മറ്റുള്ളവർക്ക് ജാമ്യം കിട്ടി, അതേ ഒരു ട്രീറ്റ്മെൻറ്റ് തന്നെ സിദ്ദിഖിനും കിട്ടണം. എന്നാൽ മറ്റുള്ളവരുടെ കേസിൻ്റെ അന്വേഷണം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് നമുക്കറിയത്തില്ല. സിദ്ദിഖിൻ്റെ കേസിൻ്റെ അന്വേഷണം നല്ല രീതിയിൽ മുന്നോട്ട് പോയി. മാക്സിമം എവിഡൻസ് കളക്ട് ചെയ്ത് കഴിഞ്ഞു അവർ. അപ്പോൾ അതാണ് കേരള ഹൈക്കോടതി പരിശോധിച്ച് ജസ്റ്റിസ് ഡയസിൻ്റെ മുമ്പിൽ അറസ്റ്റ് ഇനി ഡിലേ ചെയ്യേണ്ട, പോലീസ് കൃത്യമായിട്ട് കോടതിയിൽ പറഞ്ഞു ഇന്ന കാര്യങ്ങൾ. എന്തായാലും സുപ്രീം കോടതി പോയിട്ട് അതുവരെ ഇനി പോലീസ് സിദ്ദിഖിനെ അന്വേഷിക്കേണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അദ്ദേഹത്തിന് നിയമപരമായി കേരള ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചാൽ സുപ്രീം കോടതി പോകാം. പോലീസ് വേണമെങ്കിൽ അറസ്റ്റ് ചെയ്യാമായിരുന്നു. കോടതി അത് തടഞ്ഞില്ല. അറസ്റ്റ് ഓപ്പൺ ആയിട്ട് കിടക്കുകയാണ്. അതുകൊണ്ട് സിദ്ദിഖിനെ വേണേ അറസ്റ്റ് ചെയ്യാം. പോലീസ് അറസ്റ്റ് ചെയ്യാനുള്ള ശ്രമം, അങ്ങനെ ഒരു നാടകമൊക്കെ ഉണ്ടാക്കി എന്നൊക്കെ പറയുന്നു. എന്തായാലും സുപ്രീം കോടതി മാറ്റർ ഫയൽ ചെയ്ത് കഴിഞ്ഞു. ഇനി അത് കഴിയട്ടെ. സുപ്രീം കോടതി എന്ത് പറയുന്നെന്ന് നോക്കാം. അത് ചിലപ്പോൾ ഒരാഴ്ചയോ 2 ആഴ്ച ചിലപ്പോൾ നീണ്ടെന്ന് വരാം. ഏതായാലും വാദഗതി തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ച സുപ്രീം കേട്ട് കഴിഞ്ഞാൽ അത് ജഡ്ജ്മെൻറ്റ് പ്രൊനൗൺസ് ചെയ്യാൻ ചിലപ്പോൾ ഒരാഴ്ച എടുത്തെന്ന് വരാം. അതുകൊണ്ട് പോലീസ് ഇനി സിദ്ദിഖിൻ്റെ പുറകെ പോകണ്ട. കാരണം ഒരേ കുറ്റം ചെയ്ത മറ്റ് 3-4 പേർക്ക് ലോവർ കോടതിയിൽ മുൻകൂർ ജാമ്യം ലഭിച്ചു, ഇദ്ദേഹത്തിന് ലഭിച്ചില്ല. SIT തന്നെയാണ് മറ്റേതും അന്വേഷിക്കുന്നത്. അതുകൊണ്ട് സുപ്രീം കോടതിയിലെ കേരള ഗവൺമെൻറ്റിന് വേണ്ടിയിട്ട് അവിടെ കാവേറ്റിട്ടിട്ടുണ്ട്. അവിടെ അതിജീവിതയ്ക്ക് വേണ്ടിയിട്ടും അവിടെ കാവേറ്റിട്ടിട്ടുണ്ട്. വേറെ ചിലർ ജാമ്യം കൊടുക്കില്ല എന്ന് പറഞ്ഞ് കക്ഷി ചേർന്നിട്ടുമുണ്ട്. ഏതായാലും അടുത്ത ആഴ്ച ഏതായാലും ഇതിൻ്റെ വിവരങ്ങൾ അറിയാം. അതിനുശേഷം മാത്രം സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഉചിതമെന്ന് ഞാൻ കരുതുന്നു. കാരണം ഇനി ആയിട്ട് പോകണ്ട. എൻ്റെ അഭിപ്രായത്തിൽ സിദ്ദിഖ് കേരളത്തിലില്ല, ഇവിടം വിട്ടിരിക്കുന്നു. ജഡ്ജ്മെൻറ്റ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിൻ്റെ വരുന്നതിന് തലേദിവസം തന്നെ ഇവിടം കേരളം വിട്ടിരിക്കുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. ഇനി ഇന്ത്യയിൽ ഉണ്ടാവുമോ എന്നും സംശയമുണ്ട്. കാരണം ഇതിൻ്റെ ജഡ്ജ്മെൻറ്റ് വരാനും ഹൈക്കോടതി നിഷേധിച്ച ശേഷം എന്തായാലും 2 ആഴ്ച എല്ലാം കൂടെ എടുക്കും. അപ്പോൾ ആ 2 ആഴ്ച സുരക്ഷിതമല്ല കേരളത്തിൽ നിൽക്കുന്നത്. അതുകൊണ്ട് കേരളത്തിലെ ഒളിത്താവളം എവിടെ ഉണ്ടാക്കിയാലും അത് തീർച്ചയായിട്ടും ആൾക്കാരുടെ കണ്ണിൽ പെടും. സിദ്ദിഖിനെ എല്ലാവർക്കും അറിയാം, മലയാളികൾക്ക് എല്ലാവർക്കും അറിയാം. എവിടെ നിന്നാലും സിദ്ദിഖാണ് നിൽക്കുന്നതെന്ന് പറയുകയും ചെയ്യും. പക്ഷേ സിദ്ദിഖിനെ കാമഫ്ലാഗ് ചെയ്ത് മാറാൻ സൗകര്യമുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ തല കഷണ്ടിയാണ്. അതുകൊണ്ട് വിഗ് വെച്ചാൽ ആൾ മാറും.
അങ്ങനെ വേഷപ്രശ്നായിട്ട് പോകാം, ശ്രദ്ധിക്കില്ല. പക്ഷേ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഇന്ത്യയിൽ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. ഏതായാലും ഒരാഴ്ചക്കുള്ളിൽ നമുക്ക് ഈ മുൻകൂർ ജാമ്യം ലഭിക്കുമോ ഇല്ലയോ എന്ന് അറിയാൻ സാധിക്കും. മുൻകൂർ ജാമ്യം ലഭിച്ചാലും പോലീസ് അറസ്റ്റ് ചെയ്ത ജാമ്യത്തിൽ വിടണം. മറ്റുള്ള 3-4 പേർക്ക് മുൻകൂർ ജാമ്യം കിട്ടി. പോലീസ് മുകേഷിനെ അറസ്റ്റ് ചെയ്തു, ഇടവേള ബാബുവിനെ അറസ്റ്റ് ചെയ്തു, ജാമ്യത്തിൽ വിട്ടു. അപ്പം അത് സുപ്രീം കോടതി പറയുമ്പം പന്തിയിൽ പക്ഷപാതം കാണിക്കാൻ പാടില്ലല്ലോ. അവർ റേപ്പ് ചെയ്ത കേസിൽ തന്നെ, ഇദ്ദേഹം റേപ്പ് ചെയ്ത കേസിൽ തന്നെ. പക്ഷെ അതിജീവിതയ്ക്ക് എല്ലാ കേസിനകത്തും നീതി ലഭിക്കണം. പക്ഷേ അത് ട്രയൽ നടത്തി എവിഡൻസ് എടുത്ത ശേഷമേ അതിന് നീതി കൃത്യമായി ലഭിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. എന്തായാലും സുപ്രീം കോടതിയിലെ വിധി വരട്ടെ. അതിനുശേഷം സിദ്ദിഖ് എവിടെയായിരുന്നു, അല്ലെങ്കിൽ പോലീസ് മുമ്പിൽ സറണ്ടർ ആകുന്നുണ്ടെങ്കിൽ എവിടെയായിരുന്നു എന്നപ്പം നമുക്ക് മനസ്സിലാവും.